ഇപ്പോൾ നമുക്കറിയാം ഈ അറസ്റ്റായ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം നോക്കുകയാണെങ്കിൽ ഈ അറസ്റ്റിലായ പ്രിയങ്ക ഗാന്ധി ഉള്ള മന്ത്രിമാർ സ്റ്റേഷനിൽ സോണിയാഗാന്ധി എത്തി നിൽക്കുന്നതാണ്. നമ്മൾ മുൻപ് പറഞ്ഞു വെച്ചതുപോലെ ഈ CJP എന്ന് പറയുന്ന ഒരു പറ്റം യുവാക്കളുടെ ഒരു കൂട്ടമാണ്. ഒരു സറ്റയ രൂപത്തിൽ തുടങ്ങി വെച്ച ഒരു പാർട്ടി, അതിപ്പോൾ ഒരു വലിയ സംഘടന, അതിപ്പോൾ വലിയ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ KC വേണുഗോപാൽ डन एएनए के साथ डन 5 मिनट के पहले രാജ്യതലസ്ഥാനം അങ്ങനെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്നു. ശരദാൽ, ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് രാഹുൽ ഗാന്ധിയെ വിട്ടയച്ചു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? സ്റ്റേഷനിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിട്ടയച്ചു എന്നതാണ്. അത് സംബന്ധിച്ചിട്ട് ഉള്ള വിശദ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മന്ത്രിമാർക്കിൽ ഇപ്പോൾ സോണിയാഗാന്ധി തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രിയങ്ക ഗാന്ധി അല്പസമയം കൊണ്ട് വിട്ടയക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഛത്രശാല സ്റ്റേഡിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഔദ്യോഗികമായിട്ട് പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട്. ഏതായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ, അത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും അവിടെയും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട എന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിട്ടയച്ചിരിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഏതായാലും സ്ഥലത്ത് ഡൽഹിയിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നു എന്ന് തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർ പല സ്ഥലത്തും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് നടപടിക്കെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ഡൽഹിയിൽ നടത്തുന്നു. അത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിൽ വെച്ച ഛത്രശാല സ്റ്റേഡിയം പോലീസ് സ്റ്റേഷനിലും അതേപോലെ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിലും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. MP മാരടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് തന്നെയാണ് ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു.